ഇനി രാംനവമി ദുർഗ പൂജയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ബീഹാറിൽ പലയിടത്ത് ഫ്ലക്സുകൾ നിങ്ങൾ നോക്കിയപ്പോൾ രസകരമായ സംഭവം എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നു. അതായത് രാമനായിട്ട് രാഹുൽ ഗാന്ധിയും രാവണനായിട്ട് നരേന്ദ്രമോദിയും. മനസ്സിലാക്കുക, ആ രീതിയിലാണ് അവിടെ മാറ്റം ഉണ്ടായേക്കുന്നത്. റിലീജിയസ് ആയിട്ട് പോലും ബാക്ക്വേർഡ് ക്ലാസ് മാത്രമല്ല, അപ്പർ കാസ്റ്റ് താക്കൂറും ഭൂമിയാർ എന്നൊക്കെ പറയുന്ന വലിയ കമ്മ്യൂണിറ്റിയുണ്ട്. അവർ തന്നെ ഇതിനങ്ങ് എതിർക്കുക. ഇതാണ് കറണ്ടായിട്ടുള്ള സീൻ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഒരു ചലനം. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രോളുകളെ കളിയാക്കി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞത്. റിയാലിറ്റി എന്തുവാ? അതായത് നമ്മൾ മനസ്സിലായിക്കോണം, ബീഹാറിലെ ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് ബീഹാറിൽ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയി, ഡീപ്പായിട്ട്. കാരണം അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ പൊളിഞ്ഞുപോയി, നാശമായിപ്പോയി. അതായത് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയിപ്പോയി. പൂർണ്ണമായിട്ട് പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്. അതായത് ഗവൺമെന്റിന്റെ മിഷൻ, അതായത് ജോലിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. IT മേഖല എവിടെ ജോലി? എത്ര പേരെയാ പിരിച്ചു വിട്ടേക്കുന്നത്? കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഏകദേശം ജോലി പോയതൊക്കെ കണക്ക്, അതിന്റെ കണക്കുകൾ പോലും പുറത്തു വിടുന്നില്ല. അപ്പൊ അമേരിക്കയിലാണെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോ മാസവും കണക്ക് പുറത്തു വിടും. ഇത്ര പേർക്ക് ജോലി കിട്ടി, ഇത്ര പേർക്ക് ജോലി പോയി. ഇങ്ങനെ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഇന്ത്യ പറയാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലായി മാറി. കാരണം ഇവിടെ ജോലി ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം റെയിൽവേയുടെ റിക്രൂട്ട്മെന്റും അതേപോലെ അഗ്നിവീർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ബീഹാറിൽ നിന്നൊക്കെ ജോലിക്ക് പോകുന്ന, അതില്ലാതായി. അതേപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സ് പലയിടത്തും, പിന്നെ മറ്റുള്ള കമ്പനികൾ അവിടെയൊക്കെ കയറി. ഈ ATMന്റെ പോലും സെക്യൂരിറ്റി നിൽക്കുന്നതിനെ പലരും ശ്രദ്ധിച്ചോളാം. നോർത്ത് ഇന്ത്യയിൽ അറിയാം, ബീഹാറികളായിരിക്കും. കാരണം UPA വന്നു കഴിയുമ്പോൾ ATM പദമൊക്കെ അടച്ചുപോയി. എല്ലാ രീതിയിലുമാണ് ബാധിച്ചത്. ഗവൺമെന്റ് ഫോക്കസ്ഡ് ആയിരുന്നില്ല. കാരണം ഒരു വർഷം ഇത്രയും പേര് പുതിയതായിട്ട് വരും, അവർക്ക് ജോലി കൊടുക്കാം. മറ്റുള്ളവരുടെ ജോലി പോകുന്നു, ഇവരുടെ ജോലി ഇല്ലാതാകുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോലിയില്ല. ടെൻഷനായത് ബേസിക് അൺട്രസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു പോസിബിൾ അങ്ങോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കൻ ടാരിഫ്, മറ്റൊരു ഭാഗത്ത് ജോലി ഇല്ലാതാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ബീഹാർ ഇലക്ഷൻ ക്രൂഷ്യലാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ടവറിംഗ് പേഴ്സണാലിറ്റിയെ എൻറ്റയർ ആയിട്ടുള്ള ബീഹാർ കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്തു.